പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ വിനോദ് കുമാറിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. നഗരത്തിൽ നിന്ന് വിട്ടുമാറി കല്ലാർ വനമേഖലയിലെ റോഡിലെ ഒഴിഞ്ഞ ഭാഗത്താണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപകട മരണമാണെന്ന സംശയം പോലീസിനുണ്ട്. പ്രദേശവാസികളാണ് മൃതദേഹം ആദ്യമായി കണ്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ജനപ്രിയനായ ഡോക്ടർ വിനോദ് കുമാറിന്റെ മരണം ആരോഗ്യമേഖലയ്ക്ക് വലിയൊരു നഷ്ടമാണെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. രാത്രിയിലേതോ പേഷ്യന്റിനെ വീട്ടിൽ പോയി കാണുന്നതിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞിരുന്നുവെന്ന് ബന്ധുക്കളിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നുള്ള ഈ മരണത്തെ സംബന്ധിച്ച് ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പറയും. ഡോക്ടർ വിനോദ് കുമാറിന്റെ മരണം നാട്ടുകാരെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ നാട്ടുകാർക്ക് സമീപിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ വിനോദ് കുമാർ. സിദ്ധു, എന്താ ഇത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ തന്നെ കാണിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വിളിച്ചപ്പോ ഏറെ നേരം സംസാരിച്ചതാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. വളരെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു ഒക്കെ അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപകട സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരാൾ ഈ രീതിയിൽ മരണപ്പെടുക എന്ന് വെച്ചാ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫാമിലിയോട് എന്ത് അറ്റാച്ച്മെന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ മരണം കുടുംബം എങ്ങനെ സഹിക്കും? അതെ, നന്ദനെ കാണാതായപ്പോ തന്നെ നമ്മൾ സർവ്വതും തകർന്ന അവസ്ഥയിലായല്ലോ. അപ്പൊ ആരോഗ്യത്തോടെ ഇരുന്ന ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടതറിയുമ്പോ ആ വീട്ടുകാർ വീണുപോകും. എന്നാലും ആർക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ തോന്നിയില്ലല്ലോ. എത്ര പേരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആളാ. കല്ലാർ പൊന്മുടി റോഡിൽ അധിക സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ CCTVയിലെ ദൃശ്യങ്ങൾ കിട്ടാൻ പ്രയാസം. എനിക്കെന്തോ എല്ലാം കൂടി മനസ്സിൽ വല്ലാത്തൊരു ഭാരം. നമുക്ക് ആ ഭാസ്കരൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഇറങ്ങിയതല്ലേ? വേണ്ട, ഇങ്ങനെ എങ്ങോട്ടുമില്ല. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് താലൂക്ക് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. മോളെ, നീ എന്താ ഈ പറയുന്നേ? അതെ അമ്മേ, ഡോക്ടറുടെ മരണം ഒരു അപകട മരണം അല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഡോക്ടർ ഇന്നലെ വിളിച്ചപ്പോ തന്നെ ശബ്ദത്തിൽ ഒരു പതർച്ച പോലെയൊക്കെ ആയിരുന്നു. എടി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, അടക്കി പിടിച്ച് സംസാരിക്കും പോലെ അന്ന് ഒരു ആപത്തിന് നടുവിൽ നിൽക്കുമ്പോഴുള്ള പതർച്ച പോലെയൊക്കെ ആയിരുന്നു സംസാരം. പക്ഷെ എന്തോ അപ്പോ അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നില്ല. വല്ല ട്രാൻസ്ഫറിന്റെ കാര്യത്തിനോ ഔദ്യോഗികമായ മറ്റെന്തോ പ്രശ്നത്തിനോ MLA വിളിക്കും പോലെ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ഇപ്പതാ വാർത്ത കണ്ടപ്പോ ഞാൻ പല രീതിയിൽ ചിന്തിക്കുക. എന്തോ ഒരു കാര്യം അദ്ദേഹത്തിന് നമ്മളെ അറിയിക്കാനുണ്ടായിരുന്നു. അതുറപ്പാ, ദുരൂഹമായ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്.